ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. നമ്മളെല്ലാവരും ദിവസത്തിൽ ഒരു തവണയെങ്കിലും കഴിക്കുന്ന ഭക്ഷണമാണ് ചപ്പാത്തി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിക്ക് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഹോട്ട് വാട്ടർ അല്ല, നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത്. എത്രത്തോളം സമയം എടുത്ത് നിങ്ങൾ മാവ് കുഴയ്ക്കുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ചപ്പാത്തിയും. ഇപ്പോൾ ഇത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ ഈ ഒരു മാവ് ഒരു 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഹാഫ് അവറിന് ശേഷം മാവ് ഇതാ ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊരു 10 ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പത്തിരിപ്പലക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്മേൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാനിത് നല്ല തിന്നായിട്ടല്ല, അത്യാവശ്യം കുറച്ച് കട്ടിയോടെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പൊടി ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് നല്ലപോലെ ചൂടായിട്ടുള്ള തവയിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലെ പൊള്ളിച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാവുന്നതാണ്. ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് എന്തായാലും കഴിക്കും. അത്രയും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തിക്ക്. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഡബിൾ സോഫ്റ്റാണ്. ഇപ്പോൾ കണ്ടോ, 2 ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാവ് കുഴച്ചെടുക്കുമ്പോഴാണ്. പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഹാർഡായി പോകാൻ പാടില്ല, സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പൊടി കുഴച്ചെടുക്കാവുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നോർമൽ വാട്ടർ ഒഴിച്ചിട്ടും കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തി നന്നായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തി നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. പിന്നെ ഈ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം എടുത്ത് നോക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, ഹാർഡായി പോകത്തേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചപ്പാത്തി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.